പ്രേംകുമാർ, വി.എസ്. അച്യുതാനന്ദന്റെ രാഷ്ട്രീയ ജീവിതത്തിനൊപ്പം കണ്ടു ശീലിച്ച എ. സുരേഷ്, പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ സാരഥ്യം ഏറ്റെടുക്കുന്ന സമയത്ത് അത്രമേൽ ഇടതു മനസ്സുള്ള ഒരാൾ എന്ന നിലയ്ക്കു തന്നെയാണ് അതൊരു രാഷ്ട്രീയ നിയമനമാണെന്ന വിമർശനം പോലും ഒരിടത്ത് ഉണ്ടാവുകയും ചെയ്തു ഒരു ഭാഗത്തു നിന്ന്. അവരെല്ലാവരും കളമൊഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? UDF-ന്റെ ഈ പുതുയുഗ യാത്ര അവസാനിക്കുന്ന സമയത്തേക്ക് വലിയ വിസ്മയങ്ങൾ കേരള രാഷ്ട്രീയം പ്രതീക്ഷിക്കണോ? മാധുവിന്റെ ചർച്ചേന്റെ ടൈറ്റിൽ നല്ലതായിട്ടുണ്ട്. വിസ്മയത്തുമ്പത്ത് നിന്നാണ്. 2004 ഇറങ്ങിയ ഫാസിലിന്റെ ഒരു സിനിമയാണ്. ശ്രീകുമാർ എന്നായിരുന്നു മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര്. രേഖ എന്നായിരുന്നു നമ്മുടെ നയൻതാരയുടെ കഥാപാത്രത്തിന്റെ പേര്. നയൻതാരയുടെ കഥാപാത്രം ഒരു സ്പിരിറ്റായിരുന്നു, ഇല്ലാത്തൊരു സംഗതിയായിരുന്നു, ഒരു പ്രേതമായിരുന്നു. അതുപോലെ ഇതാ UDF ഇപ്പൊ ജയിക്കാൻ പോകുന്നു, അടുത്ത തവണ ഭരണത്തിൽ വരാൻ പോകുന്നു എന്നുള്ളൊരു ഇല്ലാത്ത സാധനം കണ്ടിട്ടാണ് കുറെ ആളുകൾ മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതിലേതെങ്കിലും ഒരാൾ CPIM മോശമാണ്, LDF മോശമാണ്, UDF ആണ് അതിനേക്കാൾ നല്ലത് എന്നോ, വർത്തമാനകാല ഇന്ത്യൻ കേരള രാഷ്ട്രീയാവസ്ഥയിൽ കോൺഗ്രസ് ആണ് നല്ല നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നത് എന്നുള്ള തിരിച്ചറിവിന്റെയോ ആ തുറന്നു പറയലിന്റെയോ കോണ്ടെക്സ്റ്റിലാണ് മാറുന്നതെങ്കിൽ നമുക്ക് യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യാം. പക്ഷെ ഇതിപ്പം മാധു പറഞ്ഞൊന്നുമല്ല, 5-6 ആളുകളുണ്ട്, ലിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ പലതരത്തിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് ആളാണ്. സുരേഷിനെ ഞാനും മാധുവിനെ പോലെ തന്നെ VS-ന്റെ കൂടെ തന്നെ എപ്പോഴും കണ്ടിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് CPM-നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം UDF-ന്റെ പിന്തുണയോടെ മലമ്പുഴയിൽ മത്സരിക്കാൻ ആലോചിക്കുന്നതെന്നാണ്. എന്ത് വിചിത്രമാണ് മാധു! CPM-നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ UDF-ന്റെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പറ്റുക? ഇപ്പോഴും ഇടതുപക്ഷക്കാരനാണെന്ന് പറയാം. ഇന്ത്യൻ മതേതരത്വമെന്നാണെങ്കിൽ ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഇപ്പം VD സതീശൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നുള്ളത്. എക്സ്ട്രീം റൈറ്റ് ആണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന്. ആയിക്കോട്ടെ, കേരളത്തിൽ നിലവിലുള്ളതിൽ ഇടതുപക്ഷ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളതും MLA ഉള്ളതും MLA-മാരുള്ളതും സംഘടനാ സംവിധാനമുള്ളതും CPM-ന് തന്നെയാണ്. എന്നാലും സമ്മതിക്കുന്നു, ഇടതുപക്ഷത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് CPIM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ 13 വർഷത്തിന് ശേഷം കോൺഗ്രസിൽ ചേർന്നിട്ട് അതിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഒരു കൾച്ചർ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇലക്ഷന്റെ തലേ ദിവസം ഇലക്ഷനിൽ മത്സരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നവരെ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നവരെ കേരളം രാഷ്ട്രീയമായിട്ട് സപ്പോർട്ട് ചെയ്യാറില്ല, അംഗീകരിക്കാറില്ല. CPM-ലേക്ക് വന്ന ആരെ പറ്റി നിങ്ങൾ ഉദാഹരണം പറഞ്ഞാലും എന്റെ മറുപടി അത് തന്നെയാണ്. അത്തരം കാര്യങ്ങളെ കേരളം ഉദാഹരിക്കാറില്ല. ഇനി പ്രേംകുമാറിന്റെ കേസിൽ എനിക്കിപ്പോഴും തീരെ വ്യക്തതയില്ലാത്ത കാര്യമാണ്. കാരണം അദ്ദേഹത്തെ പറ്റി പ്രചരിക്കുന്ന കഥകളും തീർത്തും അവാസ്തവമാണെന്ന് പറയും ഞാൻ. കാരണം 3 വർഷമാണ് ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിലിന്റെ ഡ്യൂറേഷൻ. 2 ടേമിൽ ജനറൽ കൗൺസിൽ ഉണ്ടായിരുന്ന ആളാണ് പ്രേംകുമാർ. 2019 മുതൽ 2025 വരെ 6 വർഷം. ആദ്യത്തെ 3 വർഷക്കാലം അദ്ദേഹം അക്കാദമി മെമ്പറായിരുന്നു. രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം തന്നെ പറയുന്നത് പോലെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ വൈസ് ചെയർപേഴ്സൺ ആക്കുന്നത്. അദ്ദേഹത്തിന്റെ 3 വർഷം തീരുന്നതിന് മുമ്പ് രഞ്ജിത്ത് രാജിവെച്ച് ഒഴിഞ്ഞുപോയി, നമുക്കറിയാം സിറ്റുവേഷൻ. അപ്പൊ വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാറിനെ ചെയർമാന്റെ ചാർജ് കൊടുക്കുന്നു. ചെയർമാന്റെ ചാർജ് കൊടുത്തിട്ട് ആ ജനറൽ കൗൺസിലിന്റെ ടേം കഴിയുന്നതുവരെ അദ്ദേഹം ചെയർമാൻ ചാർജിൽ തുടർന്നു. അതിനുശേഷം പിന്നെ 5 മാസം തുടർന്നു. പിന്നെ സർക്കാർ ഇത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? 3 വർഷത്തേക്കുള്ള ജനറൽ കൗൺസിൽ 3 വർഷവും 5 മാസവും കഴിഞ്ഞതിന് ശേഷം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്രേംകുമാറിന്റെ സ്ഥാനത്ത് കുക്കു പരമേശ്വരൻ വന്നു. പഴയ രഞ്ജിത്തിന്റെ സ്ഥാനത്ത് നമ്മുടെ റസൂൽ പൂക്കുട്ടി വന്നു. ഇവർ രണ്ടുപേരും CPM-കാരല്ല. കുക്കു പരമേശ്വരനോ റസൂൽ പൂക്കുട്ടിയോ CPM-കാരനല്ല. ഇനി ഇവർ രണ്ടുപേരും ചാർജ് എടുത്ത ആ ദിവസം വൈകുന്നേരമായിരുന്നു IFFയുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം. സജി ചെറിയാൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, റസൂൽ പൂക്കുട്ടി ഉണ്ടായിരുന്നു, കുക്കു പരമേശ്വരൻ ഉണ്ടായിരുന്നു, ഇതേ പ്രേംകുമാർ ഉണ്ടായിരുന്നു. പ്രേംകുമാർ അവിടെ സംസാരിച്ചിട്ടുണ്ട്. പ്രേംകുമാറിന്റെ പ്രവൃത്തികളെ പറ്റി സജി ചെറിയാൻ മിനിസ്റ്റർ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട്, എന്റെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് സങ്കടം വരുന്നത്. തന്റെ സമുദായമാണോ പ്രശ്നം? സച്ചിദാനന്ദന് കിട്ടാത്ത പരിഗണന എന്താണ് എനിക്ക് കിട്ടുന്ന പരിഗണന എന്താണ് എനിക്ക് കിട്ടാത്തതെന്നാണ് ഞാൻ അത്ഭുതത്തോടെയാണ് ആ ചോദ്യം കേൾക്കുന്നത്. മാധു ഒരു ജേർണലിസ്റ്റാണ്, ബർക്കാദത്തും ജേർണലിസ്റ്റാണ്. ബർക്കാദത്തിന് കിട്ടുന്ന പരിഗണന എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് ചോദിക്കുന്നത്, അദ്ദേഹം ഇപ്പൊ പറയുന്നു ഞാൻ കോൺഗ്രസ് കുടുംബമാണ്, ഞാൻ KSU-കാരനായിരുന്നു, ഞാൻ KSU-വിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. അപ്പോ KSU-കാരൻ പോലും ആയിരുന്ന ഒരാളെ വൈസ് ചെയർമാൻ പൊസിഷനിലും ചെയർമാൻ പൊസിഷനിലും ഇരുത്തുകയാണ് CPM ചെയ്തത്. അടൂർ ഗോപാലകൃഷ്ണനും KR മോഹനും ലെനിൻ രാജേന്ദ്രനും കമലും ഒക്കെ ഇരുന്ന സീറ്റിൽ
1.5 വർഷക്കാലം ഇരുന്ന ആളാണ് പ്രേംകുമാർ. അദ്ദേഹം മോശമായ എന്തെങ്കിലും ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കാലം നല്ലത് തന്നെയായിരുന്നു. ആ ഫെസ്റ്റിവൽ നന്നായി നടന്നിട്ടുണ്ട്, അതും ഓക്കെ. പക്ഷെ ജീവിതാവസാനം വരെ ആ പൊസിഷനിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് ആണ് നല്ലത്, അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് പോകുന്നു എന്ന് പ്രേംകുമാർ പറഞ്ഞത്. അതിനൊരു കൃത്യമായ രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട സമരവും അതിൽ അദ്ദേഹം എടുത്ത നിലപാടുമുണ്ടായിരുന്നു. ഇതിപ്പോ കെ സച്ചിദാനന്ദൻ അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞല്ലോ. അസത്യമാണ്. ഒരു നിമിഷം. അങ്ങനെയാണെങ്കിൽ അസത്യമാണ്. ശരി, അദ്ദേഹം പറഞ്ഞ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എന്റേതായിട്ടുള്ള അഭിപ്രായമല്ലല്ലോ പറഞ്ഞത്, അത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് വാസ്തവമല്ല. കാരണം ആശാ വർക്കർ സമരത്തെ പറ്റി എന്ത് പറഞ്ഞിരുന്നാലും അദ്ദേഹത്തിന്റെ ടേം അദ്ദേഹം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെയും 5 മാസം ആ സീറ്റിൽ ഇരുത്തിയിട്ടുണ്ട്, അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആശാ വർക്കർമാരാണെങ്കിൽ അപ്പൊ പറഞ്ഞു വിട്ടിട്ടില്ല. സച്ചിദാനന്ദന്റെ കേസിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് പ്രേംകുമാറിന്റെ കേസിലും. ഈ കെ സച്ചിദാനന്ദന്റെ കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന്റെയും ഈ പറയുന്ന ടേം പൂർത്തിയാക്കിയിരിക്കുന്നു. പക്ഷേ അത് അടുത്ത 2 മാസത്തേക്ക് കൂടി നീട്ടുകയാണ് ചെയ്യുന്നത്. താൽക്കാലിക വിവാദങ്ങളെ ഒഴിവാക്കാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഡോക്ടർ ജിൻഡോ ജോൺ, ഈ പ്രേംകുമാറിന് 5 മാസമാണ് നീട്ടിക്കൊടുത്തത്. പ്രേംകുമാറിന് 5 മാസം, സച്ചിദാനന്ദന് 3 മാസം 4 മാസമാണെന്ന് തോന്നുന്നു. എവിടെയാണ് ആ രീതിയിലുള്ളത് അതിന്റെ അകത്ത്? ശരി, അപ്പോഴും ആ വിമർശനങ്ങളുടെ കാതൽ അങ്ങനെയാണെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇടതുപക്ഷം പറഞ്ഞു വെക്കുകയും